നമസ്കാരം. ഇറാനിലെ മതഭരണകൂടത്തിനെതിരെ ആര് പ്രതിഷേധിച്ചാലും അവരിൽ ഭൂരിപക്ഷം പേരെയും കൊന്നു തള്ളുക എന്നുള്ളത് അവിടുത്തെ ഈ ഭരണകൂടത്തിൻ്റെ ഒരു സ്ഥിരം രീതിയാണ്. തങ്ങളെ എതിർക്കുന്നവർ രാജ്യത്തെ എതിർക്കുന്നവർ എന്നാണ് ഇവർ പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ നിർദ്ദയം ഭരണകൂടം കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലും അമേരിക്കയ്ക്കുമെതിരെ ഇറാൻ ഇപ്പോഴും യുദ്ധം തുടരുമ്പോഴും അവ തന്നെ കൊന്നു തള്ളിയ നിരവധി പേരുടെ മൃതദേഹങ്ങൾ തലസ്ഥാനമായ ടെഹ്റാൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നു എന്നാണ് പ്രമുഖ പാശ്ചാത്യ മാധ്യമമായ ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, അവിടെ നിന്ന് വരുന്ന മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത, ഇറാൻ്റെ തന്നെ സൈനിക വിഭാഗമായ IRGCയുടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയും ഇപ്പോൾ സൈന്യം കൊല്ലുന്നു എന്നാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർ പറയുന്ന അബദ്ധങ്ങൾ അനുസരിക്കാൻ ആരെങ്കിലും വിസമ്മതിച്ചു കഴിഞ്ഞാൽ അവരെ അപ്പോൾ തന്നെ വധിക്കുക എന്നുള്ളതാണ് ഇവരുടെ രീതി എന്നാണ് പറയുന്നത്. IRGCയിലെ ഉയർന്ന പദവികൾ വഹിക്കുന്നവർ മുതൽ താഴെ തട്ടിലുള്ള പട്ടാളക്കാരുടെ വരെ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട രീതിയിൽ ടെഹ്റാനിൽ പലയിടത്തും കണ്ടെടുത്തു എന്നാണ് ഇപ്പോൾ ഡെയിലി മെയിൽ വാർത്ത നൽകിയിരിക്കുന്നത്. ഇത് ഏറെക്കുറെ ശരിയാണ് എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. കാരണം ഇറാനിൽ ഇപ്പോൾ അവിടെ ഒരു വ്യവസ്ഥാപിതമായ ഭരണകൂടമോ സർക്കാരോ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ IRGCയിൽ ഇപ്പോൾ തമ്മിലടിയും രൂക്ഷമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഗുരുതരമായ ആഭ്യന്തര കലഹമാണ് ഇപ്പോൾ അതിനുള്ളിൽ നടക്കുന്നത്. തങ്ങൾ പറയുന്നത് അനുസരിക്കാത്തവരെ മറുവിഭാഗങ്ങൾ വെടിവെച്ച് കൊല്ലുകയും അതല്ലെങ്കിൽ അവരെ പിടിച്ചുകൊണ്ടുപോയി ബന്ദിയാക്കിയതിന് ശേഷം പിന്നീട് വധിക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ രീതി. ഇത്തരത്തിൽ വലിയ തോതിലുള്ള കൊലകൾ നടക്കുന്നത് ഇപ്പോൾ പുറം ലോകം അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച മാത്രം, അതായത് യുദ്ധം ആരംഭിച്ചതിന് ശേഷം മാത്രം IRGCയുടെ ഏതാണ്ട് 60ഓളം സൈനികരെ കൊന്നുതള്ളി എന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഇറാനിലെ പൗരന്മാരെ പോലും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇറാനിൽ എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ തീരുമാനിക്കുന്നത് ഈ IRGC തന്നെയാണ്. ഇറാനിൽ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് ശേഷം പിൻഗാമി ആരാണെന്ന് നിശ്ചയിക്കുന്ന കാര്യത്തിൽ പോലും ഇവരുടെ ഇടപെടലാണ് ശക്തമായി അവിടെ ഉണ്ടായിരുന്നത്. ആയത്തുള്ള അലി ഖമേനി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അദ്ദേഹം എഴുതിയ വിൽപ്പത്രത്തിൽ തൻ്റെ രണ്ടാമത്തെ മകനായ മുസ്തഫ ഖമേനിയെ ഒരു കാരണവശാലും തൻ്റെ പിൻഗാമി ആക്കരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം ലംഘിച്ചുകൊണ്ടാണ് IRGCയുടെ നിർബന്ധം അനുസരിച്ച് അവിടുത്തെ പരമോന്നത കൗൺസിൽ ഈ മുസ്തഫയെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇറാനിലെ സൈന്യത്തിനിടയിൽ വലിയ തോതിലുള്ള അഭിപ്രായ ഭിന്നത വളരുന്നു, അത് ആഭ്യന്തര സംഘർഷത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേലും അമേരിക്കയുമായുള്ള യുദ്ധം മുറുകിയ സാഹചര്യത്തിലും തങ്ങളുടെ പ്രാണൻ രക്ഷിക്കുന്നതിന് വേണ്ടി സൈന്യത്തിൽ നിന്ന് ഒളിച്ചോടിയ നിരവധി പേരുണ്ട്. ഇവരെ ചാരന്മാരെ ഉപയോഗിച്ച് കണ്ടെത്തിയതിന് ശേഷം ഇറാൻ വധിച്ചു എന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ 60 പേരെ സ്വന്തം സൈനികരെ കൊന്നു തള്ളി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആഴവും പരപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്രമാത്രം രൂക്ഷമാണ് ഇപ്പോഴത്തെ ഇറാനിലെ അവസ്ഥ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇറാനിലെ പ്രസിഡൻ്റായ പെഷസ്കിയാൻ നേരത്തെ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ മാപ്പ് പറഞ്ഞിരുന്നുവെങ്കിലും അദ്ദേഹം മാപ്പ് പറഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ ഇറാനിലെ സൈന്യം ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇറാനിലിപ്പോൾ അരാജകത്വമാണ് നിലനിൽക്കുന്നത് എന്നാണ്. അവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത അവസ്ഥ തന്നെയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇറാന് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും കരുതുന്നവരുണ്ട്. കാരണം സൈനികർ പലരും ഇപ്പോഴും ഭയക്കുകയാണ് യുദ്ധത്തിൽ ഇറങ്ങാൻ. കാരണം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആയുധശക്തിയെക്കുറിച്ച് അവരുടെ സൈനിക ബലത്തെക്കുറിച്ചുമൊക്കെ തന്നെ നന്നായിട്ട് അറിയാവുന്നുള്ള IRGCയിലെ പല സൈനികരും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ധാരണയിൽ ഒളിച്ചോടുന്നതാണ് പതിവ്. ഇറാൻ്റെ തന്നെ സൈനിക ക്യാമ്പുകളിൽ വെച്ചും ഇത്തരത്തിലുള്ള കൂട്ടക്കൊലകൾ ഇപ്പോൾ നടക്കാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ഈ വധിക്കപ്പെടുന്ന ആളുകളുടെ സഹപ്രവർത്തകരോട് പോലും ഇവർ വധിക്കപ്പെട്ടു എന്നുള്ള വിവരം ഇവർ പുറത്തു പറയാറുമില്ല എന്നാണ് പറയപ്പെടുന്നത്. അതോടെ ആത്മവീര്യം കെടുത്തുമെന്നാണ് ഇറാൻ സർക്കാർ കരുതുന്നത്. ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥന്മാർ, നാവിക ഉദ്യോഗസ്ഥന്മാർ, സാധാരണ സൈനികർ എന്നിവരെല്ലാം ഇത്തരത്തിൽ നിരവധി പേരാണ് കൊല ചെയ്യപ്പെട്ടത്. മാത്രമല്ല, ഇവരെ കൊല ചെയ്തതിൻ്റെ പിന്നിൽ പ്രതിപക്ഷ ഗ്രൂപ്പുകളാണെന്നുള്ള ആരോപണം സജീവമാണ്. ഏതായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം എന്ന രീതിയിലാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയുമായി യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സൈനിക ശക്തിയും അവരുടെ ചാരസംഘടനകളുടെ ശക്തിയുമൊക്കെ തന്നെ നന്നായിട്ട് ഇറാനിലെ നേതാക്കൾക്കറിയാം. എങ്കിലും അവസാന നിമിഷം വരെ പോരാട്ടം നടത്തുക എന്നുള്ളതാണ് അവരുടെ രീതി. മാത്രമല്ല, ഇറാന് അത് ശക്തമായ തോതിലുള്ള കാലാൾപ്പടയുണ്ട്. ഈ കരയുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ തങ്ങൾക്ക് ഇസ്രായേലിന് മേൽക്കൈ നേടാൻ കഴിയുമെന്നാണ് ഇറാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അവിടുത്തെ സൈനികരെ പരമാവധി ഒപ്പം നിർത്തി ഇസ്രായേലിനെ നേരിടാനായി അവർ ഒരുങ്ങുന്നത്. അതിനിടയിൽ ഇത്തരത്തിൽ ഒളിച്ചോടുന്ന ആളുകളെ കൃത്യമായി കണ്ടെത്താൻ വേണ്ടി തന്നെയാണ് ചാരന്മാരുടെ വലിയൊരു സംഘത്തെ അവർ നിയോഗിച്ചിട്ടുള്ളത്. ഈ ചാരസംഘത്തിൽപ്പെട്ട ആളുകൾ ഈ ഒളിച്ചോടിയ വ്യക്തികൾ എവിടെ പോയിരുന്നാലും അവരെ കൃത്യമായി കണ്ടെത്തി കൊണ്ടുവന്ന് ഈ സൈനിക ക്യാമ്പുകൾക്ക് ഉള്ളിൽ വെച്ച് എല്ലാ സൈനികരും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവരെ വധിക്കുകയാണ് എന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും വലിയൊരു സാംസ്കാരിക പാരമ്പര്യം സ്വന്തമായിട്ടുണ്ടായിരുന്ന
ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നായി ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന ഇറാനാണ് ഇപ്പോൾ ഈ ഒരു പരിസ്ഥിതിയിൽ നട്ടം തിരിയുന്നതെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 1979 വരെ ഇറാനിലെ ഷാ ഭരണകൂടത്തിന് കീഴിലും അഭിവൃദ്ധി പ്രാപിച്ചിരുന്ന രാജ്യത്തെ പിന്നീടെത്തിയ ഈ ഖമേനിമാരുടെ ഭരണം അവരുടെ സ്വന്തം സ്വത്ത് വർദ്ധിപ്പിക്കാൻ ഉതകിയതല്ലാതെ ഒരു തരത്തിലും ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ മതനിയമങ്ങൾ എന്നുള്ള പേരിൽ കാടൻ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയും അങ്ങനെ അവിടെയുള്ള ആളുകളെ പരമാവധി ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്തതിന് കൂട്ടുനിന്ന ഈ IRGCയിലെ തന്നെ സൈനികരാണ് ഇപ്പോൾ തങ്ങളുടെ യജമാനന്മാർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളതും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.